സത്യത്തിൽ ലാലേട്ടന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ദയനീയമാണെന്ന് തോന്നുന്നുണ്ട്. 45 വർഷത്തോളം സിനിമയിൽ നിന്ന് ഒരാൾ പൊട്ടനാണോ എന്ന് ചോദിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. മേജർ രവി ഒരിക്കൽ പറയുന്നു മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടിട്ടില്ല. രണ്ടാമത് ചോദിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ മോഹൻലാലിനോട് ചോദിക്കും, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനോട് ചോദിക്കും. ആന്റണി പെരുമ്പാവൂർ പറയുന്നു മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ എന്തിനാണ് മോഹൻലാൽ ഒരു ഖേദ പ്രകടനവുമായി വന്നത്? ഗുജറാത്ത് കലാപവും അല്ലെങ്കിൽ ദേശവിരുദ്ധമായ കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ട് എന്ന് അറിയാമെങ്കിൽ എന്തിനാണ് ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു ഖേദ പ്രകടനം? അതെങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിരുന്നതായിട്ട് വരും? ഖേദപ്രകടനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതില് ഖേദപ്രകടനം നടത്തേണ്ടത് പൃഥ്വിരാജാണ്. അയാളാണ് ആ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഉൾക്കൊള്ളേണ്ടത് പൃഥ്വിരാജാണ്. ആ പൃഥ്വിരാജ് എന്ന് പറയുന്നത് ഇതിനു മുമ്പും പല കാര്യങ്ങളിൽ, ഇപ്പൊ വേറെ ഒരു സിനിമയിൽ ഒരു ആശുപത്രിയുടെ കാര്യം കാണിച്ചതിന്റെ പേരിൽ അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് മുന്നേ കരുതിക്കൂട്ടി ചെയ്ത ഒരു വലിയ ഹീനസ് ക്രൈമാണത്. ജനങ്ങളുടെ തോട്ട്സിനെ മാറ്റുന്ന, സമൂഹത്തിൽ നരേന്ദ്രമോദിജിയെ അമിത്ഷാജിനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാറിനെ എല്ലാം അല്ലെങ്കിൽ ഇവിടുത്തെ സനാതനികളെ എല്ലാം ഏറ്റവും വലിയ ദേശവിരുദ്ധരാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മോശക്കാരായിട്ട് സമൂഹത്തിൽ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തെടുത്ത ഒരു മൂവിയാണിത്. അപ്പൊ ആ മൂവിയുടെ ആഫ്റ്റർ എഫക്റ്റ് കണ്ട് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരാരും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞു. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ മൂവി ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, രാജ്യസ്നേഹികളുടെ ഇതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. പക്ഷേ ഇത്രയും വലിയൊരു നടൻ അതിന്റെ പ്രിവ്യൂ ഷോ കണ്ട്, പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഇതിന് മുൻപെടുത്ത സിനിമകളൊക്കെ പലതും ദേശവിരുദ്ധമായിരുന്നു. ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ രാജ്യം ഒരുത്തന്റെ തന്തയുടെ വകയല്ല, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടുന്നത് വരെ. അപ്പൊ ഇതുപോലെ പല സിനിമകളും, അദ്ദേഹത്തിന്റെ പല സിനിമകളും ദേശവിരുദ്ധമായ പല ഡയലോഗുകളും, രാജ്യത്തെ ഭരിക്കുന്നവർക്കെതിരെയുള്ള പല ഡയലോഗുകളും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന, ഇപ്പോ സാർ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മയോദ്ധ സിനിമയിലെ കീർത്തി ചക്ര പോലെയുള്ള സൈനികരെയും അല്ലെങ്കിൽ ദേശത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ വേണ്ടി എടുത്ത സിനിമയിൽ അഭിനയിച്ച ഒരു നടൻ പ്രിവ്യൂ ഷോ കണ്ട് ഉറപ്പുവരുത്തണ്ടേ? പൃഥ്വിരാജ് പോലെയുള്ള ഒരു സംവിധായകൻ ഒരു സിനിമ എടുത്തു വെക്കുമ്പോൾ ആ സിനിമയിൽ ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ, ദേശത്തിനെതിരെ സംസാരിക്കുന്നുണ്ടോ, ഇന്ത്യ ഭരിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നുണ്ടോ, അതിലെന്താണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, തന്റെ ഭാഗമല്ലാതെ സിനിമ മൊത്തത്തിൽ പറയുന്നത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കടമ ഒരു നടൻ എന്ന നിലയിൽ മോഹൻലാലിനില്ലേ? അപ്പൊ മോഹൻലാലിന്റെ ഭാഗത്തും തെറ്റില്ലേ? ഇതിനകത്ത് ഒരു ചെറിയ 2 പാട്ടുകളാണ് ഇതിനകത്ത്, ചെറിയ പോർഷനാണ് ഈ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഭാഗം എവിടെ ഷൂട്ട് ചെയ്തു, എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നുള്ളതെല്ലാം വളരെ രഹസ്യമായിട്ട് അവര് കൊണ്ടുപോയി. ഈ ബജ്രംഗി അല്ലെങ്കിൽ ബാബു ബജ്രംഗി എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും അറിയില്ല അത് എന്താണ് അവസ്ഥയിലേക്ക് അത് എത്തുക എന്ന്. ആ മനുഷ്യനടക്കം അവിടെ ഇതാവുന്നില്ലേ? ആ പുള്ളി അങ്ങനത്തെ ഒരാളാണോ? ആക്ച്വലി ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആള്, ആ അഭിനയിക്കുന്ന ആള് അതുപോലുള്ള ക്രൂരനാണോ? പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ ആ രീതിയിൽ പോർട്രേ ചെയ്യുന്നു. ഈ ഒരു പോർഷൻ, അതായത് ഇവർ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ സാധനം മോഹൻലാൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞിട്ടില്ല തന്നെയാണ്. കാരണം അദ്ദേഹം ഒരിക്കലും, അതായത് നിങ്ങൾക്കറിയോ എത്രമാത്രം പേട്രിയോട്ടിസത്തിനെ ഉയർത്തുന്ന പടങ്ങളിലാണ് അദ്ദേഹം, ഇന്ത്യയിൽ ഒരു നടൻ പോലും അഭിനയിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പ്രത്യേകിച്ച് കാലാപാനി എന്ന് പറയുന്ന മൂവി നമുക്കറിയാം, അതിൽ അമരീഷ് പുരിയുടെ ചെരുപ്പ് നക്കുന്ന ഒരു ലാലേട്ടനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ എന്താണോ അത് അതേപോലെ നമ്മുടെ വികാരം എക്സ്പ്രസ് ചെയ്ത് കാണിച്ച ഒരു വ്യക്തിയാണ്. അതുപോലെ കീർത്തി ചക്ര, കർമ്മയോദ്ധ, ഇതെല്ലാം പേട്രിയോട്ടിക് മൂവീസാണ്. അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നില്ല. ഒരിക്കലും അദ്ദേഹം അത് ചെയ്യില്ല. അദ്ദേഹത്തിന്റെ വേദനയാണ് ആ സിനിമ കണ്ട് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തില് കാണുന്ന ആ ഒരു എക്സ്പ്രഷൻ അദ്ദേഹം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സാധനമാണ്. അത് എല്ലാവരും സമൂഹത്തിൽ ചർച്ച ചെയ്യാണ്. കാരണം എല്ലാ മൂവി കണ്ടിറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഒരു പ്രസന്നത, ഒരു സന്തോഷം ഉണ്ടാവും. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം അതിന്റെ റിയാലിറ്റിയിലേക്ക് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന ആ ഫേസിലുണ്ടത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇത് ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണിക്കാവോ? നമ്മൾ അറിയാതെ എന്തെല്ലാം ക്രൈമുകൾ നടക്കുന്നു. ഇപ്പൊ സ്റ്റേറ്റിൽ മുഖ്യമന്ത്രി അറിയാതെ ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ്, CM-ന്റെ ഓഫീസ് നിയന്ത്രിച്ച് എന്തെല്ലാം കേസുകൾ ഇവിടെ നടന്നു. അപ്പൊ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണോ ആ കാര്യം ചെയ്തത്? ഇപ്പൊ പോലീസ് യൂണിഫോം ഇട്ടിട്ട് പലവരും പലതും ചെയ്തിട്ടില്ലേ?
ഇവിടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കും, ഇതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പല ഇഷ്യൂസ് വരാറില്ലേ സർ? പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഓഫീസ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ 24 മണിക്കൂറും മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന ആന്റണി പെരുമ്പാവൂരാണ് പറയുന്നത് മോഹൻലാൽ പ്രിവ്യൂ ഷോ കണ്ടു, മോഹൻലാലിന് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറഞ്ഞോ ഇല്ലേ? ഇപ്പൊ ഞാൻ ഈ വിഷയം ഞാനാണ് ആദ്യം പറയുന്നത്. നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്കിൽ ഞാനത്, അതായത് ഈ ബിനീഷ് അവിടെ ഇത് ദേശസ്നേഹവും അല്ല എന്ത് ഇതിന്റെ നട്ടലും ചങ്കൂറ്റം എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ദേശവിരുദ്ധ രംഗങ്ങൾ വെട്ടിയിരിക്കുമെന്ന് പറഞ്ഞു. വെട്ടിയോ? എല്ലാം വെട്ടിയോ? പക്ഷെ ആ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കും. വെട്ടു എന്ന് വെച്ചാൽ വെട്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ഇറങ്ങും മുമ്പേ മോഹൻലാലിന് ഇത് വെട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താമായിരുന്നില്ലേ? ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഹീസ് എ പേട്രിയോട്ട്. ഹി വിൽ നെവർ എന്റർടൈൻ സച്ച് കൈൻഡ് ഓഫ് ആന്റി നാഷണൽ മൂവീസ്. അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% ഈ പടം ഇങ്ങനെ പുറത്തിറങ്ങില്ല. ഈ പടം ഇങ്ങനെ പുറത്തിറങ്ങാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇവരുടെ അജണ്ട നടപ്പാക്കാൻ പറ്റുക? അതാണ് പൃഥ്വിരാജിന്റെ ബുദ്ധി. അതാണ് പൃഥ്വിരാജിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അയാളുടെ ഓറ അനുസരിച്ച് അയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലിരിക്കുന്നത് വായിക്കാൻ ലോകത്ത് ആർക്കും പറ്റില്ല. അത്രയും വലിയൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് സാധനം അയാള്. പക്ഷെ അയാൾ ഇനി അനുഭവിക്കാൻ പോവുകയാണ്. സുപ്രിയ ഇനി അനുഭവിക്കാൻ പോവുകയാണ്. ഈ മുരളി ഗോപി ഇങ്ങനെ ഇവന്മാരാണോ സ്റ്റാർ? ഇവന്മാർ എന്ത് സ്റ്റാറാണ്? പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ ആൾക്ക് പ്രത്യേകിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലത്തെ അവസ്ഥയാ. ഇന്ന് ആ പോർഷൻ അത്രയും കട്ട് ചെയ്തിട്ടാണ് ഹിന്ദു ഇങ്ങനെ ഹിന്ദു ഇതാണ്, ഹിന്ദുവിന്റെ സ്വഭാവം ഇതാണ്, ഹിന്ദു ബലാത്സംഗം ചെയ്യുന്നവരാണ്. അതായത് ഹിന്ദുക്കളെ എല്ലാം സംഖ്യയെല്ലാം മോശമാക്കി കാണിക്കുന്ന രീതിയാണ് ഇവർ പറയുന്നത്. ഇന്ന് എന്റെ ഫേസ്ബുക്കിനകത്ത് നോക്കൂ, ഈ ജിഹാദികളുടെ ആക്രമണങ്ങൾ എല്ലാം കാണാം. എല്ലായിടത്തും ഹിന്ദു ഇത്രയും മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം അജണ്ടയോടുകൂടി ചെയ്ത ഒരു സാധനവും കൂടിയാ. ഇതിന്റെ ലാഭം ആർക്കാണ് കിട്ടുന്നത്? ഇവനെ എങ്ങനെയാ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഇവിടെ ഈ ചാനലിൽ പറയലല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫേസ്ബുക്കിലും ഇതിലും PFIയെ ബാൻ ചെയ്യുമെന്ന്. ബാൻ ചെയ്തോ? അതിന്റെ പിന്നിലെടുത്ത എഫേർട്ട് എത്രയാണ്? ഇപ്പൊ വഖഫ് ബോർഡിന്റെ കേസ്, വഖഫ് ബോർഡിന്റെ അവിടെ ചെന്ന് 40ാമത്തെ ദിവസത്തെ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത ആ സമരക്കാരുടെ അടുത്ത് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ട് പോയി. കാരണം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന വാക്കാണെങ്കിലും ചെയ്യുന്ന ഒരു ധർമ്മബോധമുള്ള ധർമ്മപുത്രന്മാർ അവിടെ സെൻട്രലുണ്ട്. അതുപോലെ ഈ പൃഥ്വിരാജിന്റെ അജണ്ട, ഇയാളുടെ ഫുൾ കാര്യങ്ങളും ഇയാൾ എന്താണെന്നുള്ളത് നിങ്ങൾ സമൂഹം മനസ്സിലാക്കും ഉടനെ. ഇവരുടെ അജണ്ട ഒന്നും ഇവിടെ നടപ്പിലാക്കില്ല. പിന്നെ കുറച്ചു പേർക്ക് അതായത് ഈ സോഷ്യൽ മീഡിയയിലും ഇതിലുമൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ എന്തെങ്കിലും എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ജയ് വിളിച്ച് വരുന്നത് അത്രയും മാത്രം വലിയ ഒരു ആന്റി നാഷണൽ തോട്ട്സ് ആയിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ഇന്ന് കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള കുറെ ഫാൻസ് ഇവനുണ്ടാവും. ഇവൻ ആരെന്ന് ഇവന്റെ വിചാരം? ഈ ചെള്ളു ചെക്കൻ എന്താ ഇവന്റെ വിചാരം? ഇവൻ എന്തെങ്കിലും ലൈഫിൽ കണ്ടിട്ടുണ്ടോ? ഈ അമുൽ ബേബി ചെക്കൻ ലൈഫിൽ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നമ്മൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഇങ്ങനെ മീശയൊക്കെ പിടിച്ച് മസിലൊക്കെ പിടിച്ചവരെ ഇവൻ എന്ത് ഫേസ് ചെയ്തു എന്നാ പറയണേ? ഇവൻ ഇതിന്റെ ഹീറ്റ് ഇവൻ കണ്ടിട്ടുണ്ടോ? പൊളിറ്റിക്കൽ ഹീറ്റ് ഇവൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ കുറച്ചു പേര് ജയ് വിളിച്ച് ഇത് കുറെ കമൽ ബേബികളുടെ വിളയാട്ടമാണിത്. സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂർ കൂടെ ചേർന്നാണ് മോഹൻലാലിനെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത്? കാരണം ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്, മോഹൻലാലിനും എല്ലാം അറിയാമായിരുന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ആന്റണി പെരുമ്പാവൂരിന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ കൂടി അറിവോടെ ആയിരിക്കും, അല്ലെങ്കിൽ മോഹൻലാലിന് ആന്റണി പെരുമ്പാവൂർ പെടുത്തിയതാണോ? ഞാൻ ചോദിക്കട്ടെ, ആന്റണി പെരുമ്പാവൂരിന് 2 മക്കളുണ്ട്. ഈ 2 മക്കൾ ഉണ്ടാക്കണമെന്നും 2 മക്കൾ ജനിക്കണമെന്നും ഒക്കെ തീരുമാനിച്ചത് മോഹൻലാലാണ്. ആന്റണി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടണമെന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെതായ, കാരണം ഒന്നാമത്തെ കാര്യം ഈ സമയത്ത് എന്തൊക്കെയാണ് പറയണം, എന്തൊക്കെയാണ് അവതരിപ്പിക്കണം എന്നുള്ള ബ്രെയിൻ എല്ലാം പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ എന്നാണ്, മറ്റേ പൃഥ്വിരാജിൻ്റെ എന്നാണ്. ആന്റണി പെരുമ്പാവൂർ അങ്ങനെ മോഹൻലാലിനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആന്റണിയുടെ അടുത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് 2012 ഒരിക്കൽ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, എത്ര നാൾ നിങ്ങൾ ലാലേട്ടനുമായിട്ട് നിങ്ങളുടെ വിശ്വസ്തത കീപ്പ് ചെയ്യുമോ അത്രയും നാളെ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ലാലേട്ടനെ ദ്രോഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടനെ അദ്ദേഹം ചതിച്ചിട്ടുണ്ടെങ്കിൽ ആന്റണി പെരുമ്പാവൂർ പോലും ഉണ്ടാവില്ല.
അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളതിന്റെ വേർഷൻ നിങ്ങൾ തന്നെ അദ്ദേഹവുമായിട്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തും. മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ കണ്ടിട്ടുണ്ട്, പടം കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് ഈ സംഭവത്തിന്റെ ഓരോ പോർഷൻസ് മാറ്റി വെച്ചിട്ടുള്ള കാണലേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ഇതാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? അതല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത്. അങ്ങനെ ആ മൂവി കണ്ടിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻ ഫേസിൽ തന്നെ ഉണ്ടല്ലോ. എന്നാ പിന്നെ അദ്ദേഹത്തിന് വെട്ടി തുറന്ന് പറയാൻ പാടില്ല. അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം ആരെയും ഭയപ്പെടുന്നില്ല. അദ്ദേഹം അങ്ങനെ തന്നെ. അദ്ദേഹം ഒരു പ്രത്യേക ഒരു സ്പിരിച്വൽ സാധനം ഈ മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഭയങ്കര ഒരു സ്പിരിച്വൽ സാധനമാണത്. അദ്ദേഹത്തിനെ പോലെ ഇത്രയും വേദനിപ്പിച്ചിട്ടുള്ള ഏത് നടനാണ് ഇവിടെ ഉള്ളത്? എത്രമാത്രം അദ്ദേഹത്തെ ബോഡി ഷേമിങ് നടത്തിയിട്ടുണ്ട്, എത്രമാത്രം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്തെല്ലാം തരത്തിലുള്ള ചീഞ്ഞ കേസുകൾ അദ്ദേഹത്തിനെ പറ്റി ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞിതാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു ആയതുകൊണ്ടല്ലേ. അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ഫാമിലി, അത് ആ ഒരു കുലീനത, അവരുടെ ക്വാളിറ്റി, അദ്ദേഹം ഒരുപാട് സഹിച്ചവനാണ്. അദ്ദേഹം പ്രതികരിക്കാത്തതാണ്. ഇനി പ്രതികരിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ കുറെ പട്ടികൾ കിടന്ന് കുറയ്ക്കുകയെന്നല്ലാതെ അദ്ദേഹത്തിന്റെ നന്മ എത്ര മനുഷ്യർ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ തലം എത്ര മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്? പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിരുന്ന മോഹൻലാലിന്റെ ഒറ്റ സിനിമ കൊണ്ട് മോഹൻലാലിനെ തകർത്തില്ലേ? 45 വർഷത്തെ മോഹൻലാൽ എവിടെ തകരാനാണ്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ സൂര്യനെ ഒന്ന് രാഹു വലയം ചെയ്ത് കഴിഞ്ഞാൽ ആ സൂര്യൻ ഇല്ലാണ്ടായി പോവും. അത് വീണ്ടും അതിനെല്ലാം കരിച്ചുകൊണ്ട് വീണ്ടും ഉയർന്നു തന്നെ നിൽക്കും. മോഹൻലാലിനെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പോണില്ല. ഇത് സമൂഹം തിരിച്ചറിഞ്ഞു എന്നേ ഉള്ളൂ. മോഹൻലാലിനെ എങ്ങനെ ഇതുമായിട്ട് ഈ ഒരു ചതിയന്റെ ഒരു ഊളന്റെ ചിത്രത്തിൽ അദ്ദേഹം ഒരു ആക്ടറാണ്, അദ്ദേഹം അഭിനയിക്കും. അദ്ദേഹത്തിന് ഇനിയിപ്പോ ഒരു ബലാത്സംഗ സീനാണ് അല്ലെങ്കിൽ ഒരു വില്ലന്റെ സീനാണ് കൊടുക്കുകയാണെങ്കിലും അദ്ദേഹം അത് അഭിനയിക്കും. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ ഡയറക്ഷൻ ചെയ്ത ആൾക്കുമാണ് അതിന്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയിലുള്ള എല്ലാവരും കുറ്റക്കാരാവില്ലേ? അതിനകത്ത് എത്രയോ ആൾക്കാർ അഭിനയിച്ചിരിക്കുന്നു. ആ അഭിനയിച്ചവരെല്ലാം ഇതേപോലെ കുറ്റക്കാരനാണെന്ന് പറയണ്ടേ? മോഹൻലാലിനെ മാത്രം പിടിക്കുന്നത് എന്തിനാ? മോഹൻലാലിനെ കാണാനും ആ കഥാപാത്രത്തെ കാണാനും വേണ്ടി കയറിയവരല്ലേ സാർ? അങ്ങനെ എല്ലാ സിനിമയിൽ മോഹൻലാൽ മാത്രമാണോ ഉള്ളത്? മോഹൻലാലിന് അങ്ങനെയാണെങ്കിൽ മോഹൻലാലിനെ മാത്രം വെച്ചിട്ട് മറ്റേ ഇപ്പൊ മമ്മൂട്ടിയുടെ ഒരു സിനിമ പോലെ ഒരു 3 പേര് വെച്ച് ചെയ്ത പോലെ ഒരാളെ മാത്രം വെച്ചിട്ട് ഇതാക്കിയ മതിയോ? മോഹൻലാൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? ഇപ്പോഴൊരു ഖേദം ചിലരെ വിഷമപ്പെടുത്തി, അത് അറിയാമെങ്കിൽ എന്തുകൊണ്ട് അത് നേരിട്ട് വന്ന് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് മടിയൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തിനാ മടിക്കുന്നത്? കുറുക്കി പുണ്ണുള്ളവനെ വെയിൽ നൂരാൻ പാടുള്ളൂ. അദ്ദേഹം അങ്ങനെയാണ്. മോഹൻലാലുമായിട്ട് ലാലേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹമായിട്ട് സംസാരിക്കുക. നമ്മൾ ഈ കാണുന്ന ഒരാളല്ല അത്. അതായത് പിണറായി വിജയൻ എഴുതി വെച്ചോളൂ. പിണറായി വിജയൻ, നരേന്ദ്രമോദി, ഗോകുലം ഗോപാലൻ 3 പേരും വളരെ വലിയ ആത്മീയ തലങ്ങളിൽ ഉയർന്ന ജന്മങ്ങളായിരുന്നു കഴിഞ്ഞ ജന്മം. ഇതൊക്കെ പറഞ്ഞ ഇവന്മാരെ എനിക്ക് ഭ്രാന്താണ്, ഞാൻ എന്താ അടിച്ചതെന്നൊക്കെ ചോദിക്കും ഇവന്മാർ. മലയാളികളുടെ രീതി ഇതാണ്. കാരണം കൂത്തിയിട്ട് കത്തിച്ച് വലിച്ചു എന്ന് ചോദിക്കുന്നത് അത്രയ്ക്കുള്ള ആത്മീയ വിവരമുള്ളവന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള. ഒരു സെൻസും ഇല്ല അതില്. പക്ഷേ ഈ പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല, ഏറ്റവും കൂടുതൽ ആത്മീയതയിൽ വിശ്വസിക്കുന്നതും സ്പിരിച്വലി ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം റിലീജിയസ് അല്ല. അദ്ദേഹത്തെ പോലെ ഏറ്റവും നല്ല ഒരു സ്പിരിച്വൽ സോള് കാണില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം നേരെ ഘടകവിരുദ്ധമായ ഒരു പ്രസ്ഥാനത്തിലായിപ്പോയി അദ്ദേഹം. അതുപോലെ തന്നെ ഗോകുലം ഗോപാലേട്ടൻ അത്രയും സ്പിരിച്വലി ഉള്ളൊരു ഈ കാണുന്നതൊക്കെ അവരുടെ കഴിഞ്ഞ ജന്മം അവർ നേടിയെടുത്ത് അവരുടെ മൂലാധാരത്തിൽ നിന്നും സഹസ്രധാരത്തിലേക്കുള്ള ആ എനർജിയുടെ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നതെല്ലാം. അതുപോലെ ലാലേട്ടൻ ഓൾസോ അത്രയും സ്പിരിച്വൽ ആണ് ആ മനുഷ്യൻ. അപ്പൊ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പക്ഷെ അവരെന്താണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റാത്തത്. അത് അവരുടേതായ ഗോപ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളും രീതിയും അവരുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മൾ അറിയാതെ ഒരാളെ പറ്റി സംസാരിക്കാൻ നമ്മുടെ മലയാളിക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വല്ല പത്രങ്ങളും വല്ലതും എഴുതി വെക്കുന്നതും വല്ലവനും പറയുന്നതും അല്ലെങ്കിൽ ഗീബൽസിന്റെ സിദ്ധാന്തം പോലെ നുണ ഫാക്ടറിയാണ് കേരളം. കേരളത്തിനെ പോലെ ഇത്രയും വലിയ ഗംഭീരമായ നുണ ഫാക്ടറി എവിടെയാ ഉള്ളത്? അപ്പൊ മോഹൻലാലിന് അങ്ങനെ പറഞ്ഞിട്ട് ചവിട്ടിത്തരത്തില്ല. അദ്ദേഹം വളർന്നുകൊണ്ടേയിരിക്കുള്ളൂ. കാരണം അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ വരാൻ ഒരു നിയോഗമുണ്ട്. സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം എടുത്ത ഒരു പാതയാണ്. ഗോകുലം ഗോപാലേട്ടൻ എടുത്തത് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. പിണറായി എടുത്തത് ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. പക്ഷെ ഇവരിലുള്ള ഒരു ആത്മീയതയുണ്ട്. ആ ആത്മീയ ശക്തി അവരെ എന്നും കാക്കാനുണ്ടാവും. ആ ആത്മീയ ശക്തിയെ ഒരിക്കലും അത് അവരുടെ സ്വന്തമാണത്. അത് ആർക്കും അത് തകർക്കാൻ പറ്റില്ല. ഇതിപോലെ കയറി വരും. ഇപ്പൊ ഗോകുലം ഗോപാലേട്ടനും ഇപ്പൊ പിണറായി വിജയൻ എന്തെല്ലാം പറഞ്ഞു, എന്തൊക്കെയാണ് ആക്കി തീർത്തു വെച്ചത്. അദ്ദേഹം എവിടെ ഇരിക്കുന്നത്? എന്റെ ജീവിതം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും ഗവൺമെന്റും എല്ലാം ഏതൊക്കെ തരത്തിൽ എന്നെ ഉപദ്രവിച്ചു? എന്തെങ്കിലും ചെയ്ത കാര്യത്തിനാണോ? എന്നിട്ട് എന്റെ അവസ്ഥ എന്താ?
ഇപ്പൊ നമ്മൾ 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 ബോധ്യപ്പെടുത്തേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളായിട്ട് ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യരുത്. ഇവരാരും, അതുപോലെ പിണറായി വിജയനും ആരെയും ചതിക്കാനൊന്നും പോലെ അദ്ദേഹം കർക്കശമായിട്ട് സംസാരിക്കും, വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. അത് ചിലപ്പോൾ ആൾക്കാർക്ക് ഈ സുഖിപ്പിച്ച്, ഈ പൃഥ്വിരാജിനെ പോലെയൊക്കെ സുഖിപ്പിച്ച് ചതിക്കണവരെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. എന്ത് ലാലേട്ടൻ മിണ്ടാണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയും. അതായത് നമ്മൾ അതായത് ഈ ഇഫ് യു കാൺ കൺവീൻസ് സമൺ ജസ്റ്റ് കൺഫ്യൂസ് ദം എന്ന് പറയും. ഇത് കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്, നമുക്ക് കൺവീൻസ് ചെയ്യാനും പറ്റില്ല. അവരവരുടേതായ രീതിയിൽ പോട്ടെ. ഇവരെന്താണ് ഈ നായ കുരയ്ക്കും സിംഹം വേട്ടയാടും, ഈ കിടന്ന് കമന്റ് ഇടുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നവന്മാരാണോ ഈ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? എപ്പോഴെങ്കിലും ഈ ബഹളം ഉണ്ടാക്കുന്നവന്മാർ ചിന്തിച്ചിട്ടുണ്ടോ ആരോടാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന്? ഇപ്പൊ തന്നെ മേജർ രവിയുടെ കേസ് തന്നെ എടുക്കുക. അദ്ദേഹം 17 തീവ്രവാദികളെ വെടിവെച്ചു കൊന്ന ഒരു മനുഷ്യനാണത്. അദ്ദേഹത്തെ മേജർ കുക്കാക്കി ഇവന്മാരെല്ലാരും കൂടെ ഒരു കാലം. ഇപ്പൊ ഓന്ത് മേജർ രവി. അപ്പൊ ആ മനുഷ്യൻ വെടിയുണ്ട വന്നിട്ട് അദ്ദേഹം പേടിച്ചിട്ടില്ല. പിന്നെ ഇവന്മാരുടെയൊക്കെ ഫേക്ക് ഐഡിയിൽ വന്നിരിക്കുന്ന ഒരുമാതിരി ഓഞ്ഞ കമന്റുകൾ. അപ്പൊ ആരെ കണ്ടാലും തെറി വിളിക്കുക, അതായത് ഒരുതരം ഒരു അപഹർഷതാ ബോധത്തിന്റെ ഭാഗമാണിത്. നമ്മളെക്കാളും ഉയർന്നവരെ തെറി വിളിക്കുക. നമുക്ക് ആവാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കാണില്ല, നമ്മൾ ഒരാളെ കണ്ട ബഹുമാനിക്കാനാണ് പഠിക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ലെങ്കിലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് ആക്രമിക്കും. ഈ സ്റ്റേറ്റിനെ പറ്റി തന്നെ എടുത്തു നോക്കൂ. വെളിയിൽ പറയാൻ പറ്റുമെന്ന് മലയാള വാർത്തകൾ കാണുന്നില്ലേ? ഇതാണോ ദൈവത്തിന്റെ സ്വന്തം നാട്? ഇവിടെ ഇതുപോലുള്ള എല്ലാ പേക്കൂത്തുകളും കാണും. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ മിണ്ടാണ്ടിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ്. അദ്ദേഹത്തിന്റെ മൗനം അദ്ദേഹത്തിന്റെ കഴിവുകേടായിട്ട് കാണരുത്. നിശബ്ദമായി സംസാരിക്കുന്നതാണ് ശബ്ദിച്ച് സംസാരിക്കുന്നതിനേക്കാളും ഇത്. അതായത് നിശബ്ദതയിൽ സംസാരിക്കാനുള്ള വിദ്യ അദ്ദേഹത്തിന് അറിയാം. അത് മഹാഋഷിവര്യന്മാർ ചെയ്യുന്ന ഒരു വഴിയാണ്. നമ്മൾ നിശബ്ദമായിട്ട് സംസാരിക്കുക. കാരണം ശബ്ദത്തിന്റെ ഡെസിമൽസ് ഒരു പരിധി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് കേൾക്കില്ല. നിശബ്ദമായി പറയുന്നത് യൂണിവേഴ്സുമായിട്ടാണ് കേൾക്കുന്നത്. അത് ഉള്ളിൽ നിന്ന് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആണ്. ഇതൊക്കെ അറിയുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അപ്പൊ അദ്ദേഹം നിശബ്ദമായി സംസാരിക്കുമ്പോഴും ഇപ്പൊ ഞാൻ പോലും ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഇതുപോലെ എല്ലാവരുമായിട്ട് സംസാരിക്കാനും കേൾക്കാനും അദ്ദേഹത്തിന് വലയം ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ആത്മീയ ശക്തിയുണ്ട്. അതേപോലെ നരേന്ദ്രമോദിക്കും അങ്ങനെ ഒരു പവറുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയാത്തതാണ്. നിങ്ങൾ മലയാളികളുടെ അടുത്തൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ ഓറയും ഈ നിഗൂഢമായ കാര്യങ്ങളും ഈ ശാസ്ത്രത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കഥയുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്കിലേക്കേ പോവാത്തത്. ഓക്കെ സാർ, എന്തായാലും ലാലേട്ടൻ നിശബ്ദനായിരിക്കട്ടെ. സത്യം പറയണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹം സത്യം പറയാൻ രംഗത്തെത്തട്ടെ. ഇവിടെ പറയാനൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അങ്ങനെ തന്നെ പോട്ടെ. അതെ.